ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വസ്തുതകൾ ഇല്ലാതെയുള്ള അപകീർത്തി കേസ് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കും. അപകീർത്തി കേസ് എടുക്കുന്നതിനു മുൻപ് മതിയായ വസ്തുതകളുണ്ടെന്ന് വിചാരണ കോടതികൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി. അല്ലാത്തപക്ഷം മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ഹനിക്കുന്നതിനിടയാക്കും. ജില്ലാ കോടതികൾ ഇക്കാര്യത്തിൽ അതിജാഗ്രത പുലർത്തണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപകീർത്തി ആരോപിച്ചുള്ള പരാതിയും ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ തുടർ നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമം നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ആരോപണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വസ്തുതകളുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പത്രങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കോടതികൾ നടപടി സ്വീകരിക്കാവൂ. മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് പകരം ജനക്കൂട്ട ആധിപത്യത്തിലേക്കായിരിക്കും നയിക്കുകയെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. കൃത്യമായി റിപ്പോർട്ട് ചെയ്ത വാർത്ത ആവശ്യത്തിന് തെളിവില്ലാതെ അപകീർത്തികരമാണെന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്. പത്രങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ അനാവശ്യമായ അപകീർത്തി കേസുകൾ ഏറെയുള്ളതായി കോടതി ചൂണ്ടിക്കാട്ടി. സമാനമായ കേസുകൾ ഹൈക്കോടതിയിലുമുണ്ട്. നിയമപരമായ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും വാർത്ത നൽകാനുള്ള മാധ്യമ സ്വാതന്ത്ര്യവും വാർത്ത അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ജനാധിപത്യ രാജ്യത്ത് ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ടു പോകേണ്ടതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അദ്വൈതാശ്രമം വളപ്പിലേക്ക് മാലിന്യം കോരിയിട്ടതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് പരാതിക്കിടയാക്കിയത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.